അപ്പോൾ പുതിയ എയുടെ കാലഘട്ടത്തിൽ ഞാനീ പറഞ്ഞതുപോലെ എയുടെ കയ്യിൽ എന്തില്ല എന്ന് നോക്കണം. എയുടെ കയ്യിൽ ചിന്തയില്ല, എയുടെ കയ്യിൽ എമ്പതിയില്ല, എയുടെ കയ്യിൽ കൂട്ടായ്മയില്ല, എയുടെ കയ്യിൽ നേതൃത്വമില്ല. ഈ ഒരു സ്കില്ലുകൾ നമ്മൾ മനസ്സിലാക്കി അത് എയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മളുടെ അടിമ പോലെ നിൽക്കുന്ന രീതിയിൽ, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്ന രീതിയിൽ എയെ നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഇൻവെൻഷനാണ്. ഞാൻ ഇൻവെൻഷൻ എന്ന് പറയുന്നില്ല, സ്വയം ഒരു ഇൻവെൻറ്ററാണ്. 100 കണക്കിന് കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും അനുസരണയോട് വളർത്തുന്ന ഒരു പട്ടിയെ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഡിഫറൻ്റ് ആയിരിക്കും. പ്രഡിക്ഷൻസ് പറയുന്നത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്യൂട്ടറിനെ പോലെ കൊണ്ടുനടക്കാവുന്നതാണ്. വളരെ ചെറിയ ചിലവിൽ നിങ്ങൾക്കത് നിയമസഹായങ്ങൾ തരും, വളരെ ചെറിയ ചിലവിൽ നിങ്ങൾക്കത് മെഡിക്കൽ ഉപദേശങ്ങൾ തരും. ടെസ്ല പോലുള്ള കമ്പനികൾ കാറിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. അവർ ചെയ്യാൻ പോകുന്നത് 10 ലക്ഷം രൂപയ്ക്ക് ഒരു റോബോട്ട് എന്ന കൺസെപ്റ്റാണ്. അതായത് നിങ്ങളൊരു കാർ മേടിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു റോബോട്ടിനെ തരിക എന്നുള്ളത് അവരുടെ സങ്കല്പം. അവരുടെ വെയർ ഹൗസുകൾ മൊത്തം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആ ടെസ്ലയുടെ ഒപ്റ്റിമസ് എന്ന് പറയുന്ന ഒരു റോബോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി 2-3 കൊല്ലം ഓൾറെഡി അവർ ഇറക്കി. 2-3 കൊല്ലത്തിനകം അവരത് വിപണിയിൽ ഇറക്കും. 10 ലക്ഷം രൂപയാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മളുടെ വീട്ടിൽ തോട്ടപ്പണി ചെയ്യുന്നതിനും നമ്മളെ കാർ ഡ്രൈവ് ചെയ്യുന്നതിനും നമ്മളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതിനും ഡ്രൈവ് ചെയ്യുന്നതിനും പറ്റിയ ഒരു റോബോട്ട് 10 ലക്ഷം രൂപയ്ക്ക് കിട്ടിയാൽ നമ്മൾ മേടിക്കില്ലേ? നമ്മുടെ കാറിന് തന്നെ ഏകദേശം 10 ലക്ഷം രൂപ വിലയില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ ട്യൂട്ടർ എന്ന് പറഞ്ഞ കാലഘട്ടത്തിലോട്ട് മാറും. ഇതിനധിക കാലം നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല, 5 കൊല്ലത്തെ കേസേ ഉള്ളൂ. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനുമായിട്ടല്ല ജോലി ചെയ്യുന്നത്, മനുഷ്യൻ മെഷീനുമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈ മനുഷ്യനും മെഷീനും തമ്മിലുള്ള കറക്റ്റായിട്ടുള്ള ഇൻ്റഗ്രേഷനും ഇൻ്റർഫറൻസും നമ്മൾ ഉറപ്പുവരുത്തണം. നാളെ ഹൈടെക് ചിലപ്പോൾ ഒരു റോബോട്ട് മെമ്പറായിരിക്കും. നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന വർക്ക് ചെയ്യുന്ന റോബോട്ടിനും ചിലപ്പോൾ ഈ ഒരു യൂണിയനിൽ അംഗത്വം കാണും. നാളത്തെ കാലഘട്ടം അങ്ങനെയാണ്.